ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് നമ്മളിപ്പോൾ ഇത് ചെയ്യുന്നത് നമ്മളെ ടു വീലറിൽ സ്പെഷ്യൽ മാജിക് കളർ അടിക്കുക എന്നുള്ളതാണ്. ഇത് നമ്മളെ ഹോണ്ട ഹൈനസ് ആണ് വണ്ടി. ഇതിലിപ്പം വന്നിട്ടുള്ളത് മാറ്റ് ഗ്രേ ആണ്. വലിയ പഴക്കമൊന്നുമില്ലാത്തൊരു 6 മാസമൊക്കെ പഴക്കമുള്ള വണ്ടി പുതിയ വണ്ടി തന്നെയാണ്. അപ്പോൾ അവർക്ക് മാജിക് കളർ അടിക്കണം എന്നുള്ള ഒരു താല്പര്യം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാജിക് കളർ ചെയ്തു കൊടുക്കുന്നു. അപ്പോൾ അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മളതിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നു. ഒരുപാട് വീഡിയോ നമ്മുടെ ചാനലിൽ മാജിക് കളറുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിലും അത് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളൊരു വീഡിയോ കറക്റ്റായിട്ട് നമ്മുടെ ചാനലിലില്ല. നമ്മൾ ചാനലിൽ അങ്ങനെ സ്ഥിരമായിട്ട് പെയിൻറ്റ് ഒന്നും ഇടാറില്ല. ഇത് നമ്മളെ വാഹനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പെയിൻറ്റിങ്ങിൻ്റെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇതാണ് നമ്മൾ കൂടുതലായിട്ട് നമ്മുടെ ചാനലിൽ ചെയ്യാറുള്ളത്. അപ്പോൾ വല്ലപ്പോഴൊക്കെ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് ഒരു എക്സ്പീരിയൻസ് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തോളി, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ ഒന്ന് അടിച്ചാൽ റെഡിയാക്കി വെച്ചോളി. നമ്മൾ ചെയ്യുമ്പോഴൊക്കെ അത് എല്ലാവർക്കും ഒരു കാര്യത്തിൽ വരും. അപ്പോൾ എന്തായാലും ഇതിൽ നമ്മൾ ഫസ്റ്റായിട്ട് ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബ്ലാക്ക് പെയിൻറ്റ് അടിക്കുക എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ്. അപ്പോൾ ആ ബ്ലാക്ക് പെയിൻ്റ് അടി തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവരും ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളി. നമുക്ക് എന്താ പറയുക, നമ്മളെ ചാനലിൽ ഇതുപോലുള്ള ഓട്ടോമോട്ടീവ് സംബന്ധമായിട്ടുള്ള പെയിൻറ്റിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാവുക. അപ്പോൾ അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ബ്ലാക്ക് പെയിൻറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ബ്ലാക്ക് പെയിൻറ്റ് അടിക്കുന്നത് നമ്മളെ മെറ്റാലിക് പെയിൻറ്റുമായി വരുന്ന ഓട്ടോ ബേസ് എന്ന് പറയുന്ന പെയിൻ്റ് ഉണ്ടല്ലോ, ബ്ലാക്ക് മെറ്റാലിക് പെയിൻറ്റിലൊക്കെ മിക്സിങ്ങിൽ ഉപയോഗിക്കുന്ന ബേസ് ബ്ലാക്ക്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് അങ്ങനെ അറിയില്ല, അതായത് ഏത് പെയിൻ്റാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പോൾ ഓട്ടോ ബേസ് ബ്ലാക്ക് എന്ന് പറയുന്ന ബ്ലാക്ക് നമ്മൾ ഫസ്റ്റായിട്ട് അടിക്കുക. അപ്പോൾ അതിന് പകരം ചില ആൾക്കാർ ഈ NCയുടെ ജെറ്റ് ബ്ലാക്കോ അല്ലെങ്കിൽ മാറ്റ് ബ്ലാക്കോ ഒക്കെ അടിക്കാറുണ്ട്. അപ്പോൾ അത് കഴിയുന്നതും അത്തരം പെയിൻറ്റുകൾ അടിക്കാതെ നല്ല പെയിൻറ്റ് തന്നെ അടിക്കാൻ ശ്രമിക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാജിക് കളർ അത്യാവശ്യം നല്ല റേറ്റുള്ള ഒരു പെയിൻ്റാണ്. അതായത് ഒരു ലിറ്ററിന് ഏകദേശം 26,000 രൂപയോളം നമുക്ക് റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ 100 മില്ലി പെയിൻറ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം 2,600 രൂപയൊക്കെയാണ് 100 മില്ലി പെയിൻറ്റിന് മാത്രം നമുക്ക് കോസ്റ്റ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ അത്രയും റേറ്റുള്ള ഒരു പെയിൻറ്റ് അടിക്കുമ്പോൾ അതിൻ്റെ അടിയിൽ കൊണ്ടുപോയിട്ട് നമ്മൾ ഈ കുറഞ്ഞ രീതിയിലുള്ള പെയിൻറ്റുകൾ പരമാവധി ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ടിന്നറും തന്നെ കുറച്ച് നല്ല ഐറ്റം ടിന്നറുകൾ ഉപയോഗിക്കുക. മാർക്കറ്റിൽ കുറഞ്ഞ ഐറ്റം ടിന്നറുകൾ കിട്ടും, അത് പരമാവധി യൂസ് ചെയ്യാതിരിക്കുക. അപ്പോൾ അതിന് പരമാവധി എല്ലാവരും ശ്രമിക്കുക. എന്താ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുറഞ്ഞ ഐറ്റം ബ്ലാക്ക് അടിച്ചിട്ട് നമ്മൾ ചിലപ്പോൾ കുറച്ച് കാലം കഴിയുമ്പോൾ ചെറിയ ബബിൾസ്, അതേപോലെ പൊളിഞ്ഞു പോരൽ, അങ്ങനെയുള്ള ചെറിയ ഇഷ്യൂസൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കാനാണ്. പിന്നെ അതുപോലെ ഈ പെയിൻറ്റിൻ്റെ വലിച്ചിലുണ്ടാവും. നമ്മൾ അടിച്ചാൽ കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു അടിക്കുമ്പോൾ കിട്ടുന്ന പെർഫെക്ഷൻ കുറച്ച് കഴിയുമ്പോൾ കിട്ടില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അടി കിടക്കുന്ന പെയിൻറ്റ് പുറത്തുള്ള പെയിൻറ്റിനെ ചെറുതായിട്ടൊന്ന് ഉള്ളിലേക്ക് വലിക്കും. അതുകൊണ്ടാണ് ആ പെർഫെക്ഷൻ കിട്ടാതിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പരമാവധി നിങ്ങൾ നല്ല മെറ്റീരിയൽസ് തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ബ്ലാക്ക് അങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബ്ലാക്ക് അടിച്ച് കഴിഞ്ഞാൽ ഉടൻ നമ്മളെ മാജിക് കളറിലേക്ക് കടക്കും. ബ്ലാക്ക് നല്ലപോലെ കോട്ട് ചെയ്യുക. അങ്ങനെ നല്ലപോലെ കവറായാൽ നമുക്ക് ചെറിയ ഈ ലൈൻസ്, മാർക്ക്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പേപ്പർ ലൈനോ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ചെറിയ ഇഷ്യൂസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഫുള്ളായിട്ട് നമുക്ക് അതിൽ തന്നെ ക്ലിയറായി കിട്ടും. അപ്പോൾ ബ്ലാക്ക് അടി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മാജിക് കളർ അടിക്കുക എന്നുള്ളതാണ്. ഇതങ്ങനെ നമ്മൾ പെയിൻറ്റ് കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ഭയങ്കര പേടിയൊക്കെ ഉണ്ടാവും, ഇത് അടിക്കൽ എങ്ങനെയാണ് എന്താണെന്നൊക്കെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് റേറ്റ് ഭയങ്കര ആയതുകൊണ്ടേ നമുക്കിത് അടിക്കുമ്പോൾ ഒരു പേടിയൊക്കെ ഉണ്ടാവും. കാരണം ഇത് ഇത്രയും കോസ്റ്റായിട്ടുള്ള പെയിൻറ്റ് എങ്ങനെയാണ് അടിക്കുക എന്താണെന്നുള്ളത്. അടിക്കാൻ അത്ര വലിയൊരു ഭീകരമായ പ്രശ്നങ്ങളൊന്നുമില്ല, വളരെ സിമ്പിളാണ്. പെയിൻറ്റ് നമ്മൾ സാധാരണ ബേസ് പെയിൻറ്റ് നമ്മൾ മിക്സ് ചെയ്യുന്നത് 100 ml പെയിൻറ്റിലേക്ക് 100 ml ടിന്നർ. പിന്നെ ഇതാണ് നമ്മളെ മാജിക് പെയിൻറ്റ് കാഴ്ചയിൽ നമുക്ക് അങ്ങനെ പെട്ടെന്ന് വലിയൊരു അട്രാക്ഷനൊന്നും തോന്നില്ല. ഇത് ഈ ബ്ലാക്ക് പെയിൻറ്റിൻ്റെ മേലെ ഈ കളർ വരുമ്പോഴാണ് നമുക്കതിൻ്റെ ഒരു കളർ എഫക്റ്റ് കിട്ടുള്ളൂ. കാരണം ഇത് മാജിക് കളറിൻ്റെ അതിൻ്റെ ബേസ് കോട്ട് ആണ് അതിൻ്റെ വലിയൊരു പ്രധാന ഘടകം. കാരണം ആ ബേസ് ഇതിൻ്റെ അടിയിൽ വരുന്നത്, ഇപ്പോൾ നമ്മളൊരു വൈറ്റ് കളറിൽ ബേസ് അടിച്ചിട്ട് ഈ മാജിക് കളർ അടിച്ചാൽ നമുക്ക് ആ കളർ അത്ര തന്നെ എഫക്റ്റ് ചെയ്ത് കിട്ടില്ല. അപ്പോൾ ഡാർക്ക് കളറിൽ അടിക്കുന്ന ബേസുകളിലാണ് ഈ കളർ കൂടുതലായിട്ട് നമുക്ക് തെളിഞ്ഞ് കാണിക്കുള്ളൂ.
അപ്പോൾ അതാണ് നമ്മൾ ബ്ലാക്ക് അടിക്കുമ്പോൾ. ബ്ലാക്കിന് പകരം നമുക്ക് വേണമെങ്കിൽ ഗ്രേ അടിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പിന്നെ റെഡോ അതുപോലെയുള്ള ഏത് ബേസ് വേണമെങ്കിൽ നമുക്ക് അടിക്കാം. പക്ഷേ ആ ബേസ് അടിക്കുന്നതിനനുസരിച്ച് നമ്മളെ കളർ ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ നമ്മൾ പേളാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. പേള് ജസ്റ്റ് നമ്മൾ സാധാരണ പേൾ കോട്ട് അടിക്കുന്നവർക്കൊക്കെ അറിയാൻ പറ്റും. നമ്മൾ സാധാരണ ഒരു 2 കോട്ട് നമ്മളിങ്ങനെ ഒരു മിസ്റ്റ് കോട്ടായിട്ടാണ് അടിക്കാറുള്ളത്. അതേപോലെ തന്നെ നമ്മൾ അടിച്ചാൽ മതി. ഇതിൽ നമ്മൾ പ്രത്യേകിച്ച് പണികളൊന്നും എടുക്കണ്ട. പെയിൻറ്റ് തന്നെ അതതിൻ്റെ ആ ഒരു വിലക്കനുസരിച്ചുള്ള പണി പെയിൻറ്റ് തന്നെ എടുക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് നമ്മളൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ തന്നെ നമ്മളൊരു കോട്ട് അടിച്ചപ്പോൾ തന്നെ ഏകദേശം കുറേ ഭാഗങ്ങളിലൊക്കെ സൈഡൊക്കെ കാണുമ്പോൾ ഒരു വയലറ്റ് ടച്ചൊക്കെ വരുന്നില്ലേ. അങ്ങനെ 2 കോട്ട് നമ്മൾ ജസ്റ്റ് ഒരേപോലെ നമ്മൾ പറത്തി അടിക്കുമ്പോൾ തന്നെ പെയിൻറ്റ് ആ കളറിലേക്ക് എത്തും. അപ്പോൾ നമ്മൾ ക്യാമറ ഒരേ ഭാഗത്ത് ഇങ്ങനെ വെച്ചിട്ട് കാണിക്കുന്നതുകൊണ്ട് നമുക്കത് കളർ എഫക്റ്റ് കാണിക്കില്ല. നമ്മൾ വീഡിയോ മൂവ് ചെയ്ത് കാണിക്കുമ്പോൾ നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പോൾ ബ്ലാക്ക് അടിച്ചതിന് ശേഷം നമ്മൾ പേളടിക്കുന്നു. പേളും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ 100 ml പെയിൻറ്റിലേക്ക് നമുക്ക് ഒരു 100 മില്ലി ടിന്നർ ചേർക്കാം. 100-100-അധികമൊക്കെ ചേർക്കാം. ഒരു 125 ml ആയാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഒരു കട്ടി കുറഞ്ഞാലും പ്രശ്നമില്ല. കാരണം വെച്ചാൽ ബ്ലാക്കിൻ്റെ മേലെ ഈ പേൾ കോട്ട് ജസ്റ്റ് ഒന്ന് പറന്നാൽ തന്നെ അത് കവറിങ് ആയി കളറിലേക്ക് വരികയും ചെയ്യും. ഇപ്പോൾ അതുകൊണ്ട് നമ്മൾ സെക്കൻഡ് കോട്ട് അടിച്ചപ്പോൾ നമുക്ക് ഏകദേശം കളർ വന്നു. അതുകൊണ്ടിപ്പം പർപ്പിൾ ഒന്നുകൂടെ ഉഷാറായി. ഇപ്പോൾ ടാങ്കിൻ്റെ സൈഡിലൊക്കെ ഗ്രീന് കാണിക്കാൻ തുടങ്ങി. അപ്പോൾ അത്ര തന്നെ ഉള്ളൂ. പേള് നമ്മൾ ജസ്റ്റ് ഇപ്പോൾ ഒരു ടാങ്കും ഒരു ഈ 2 സൈഡ് കവറും കൂടെ അടിക്കാനായിട്ട് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് മാജിക് കളർ ആകെ 50 മില്ലിയാണ് കൊണ്ടുവന്നേക്കുന്നത്. 50 മില്ലിയിൽ ഏതാണ്ട് നമ്മളൊരു 25-30 ml നമ്മളിതിന് യൂസ് ചെയ്യണുള്ളൂ. അത്രേ നമുക്കിതിന് ആവശ്യം വരുള്ളൂ. അപ്പോൾ ബാലൻസ് നമുക്കിപ്പോൾ ശരിക്കും ഒരു ബൈക്കൊക്കെ അടിക്കാൻ ഇപ്പോൾ ഒരു ഇതേപോലെയുള്ള ഒരു 3 പീസൊക്കെ അടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു 25 മില്ലി പെയിൻ്റ് ഉണ്ടായാലും അടിക്കാം. 25 മില്ലി പെയിൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 600 രൂപയൊക്കെ 600 അല്ലെങ്കിൽ 700 രൂപയൊക്കെയാണ് നമുക്ക് ഇതിന് കോസ്റ്റ് വരുള്ളൂ. അപ്പോൾ നമ്മൾ ഈ 1 ലിറ്റർ പെയിൻറ്റിൻ്റെ റേറ്റ് നമ്മൾ കോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വലിയൊരു എമൗണ്ട് ആയിരിക്കും. പക്ഷേ ഒരു 25 മില്ലി പെയിൻ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാമെന്ന് പറയുമ്പോൾ അത് വലിയൊരു കോസ്റ്റ് അല്ല അല്ലേ. ഇപ്പോൾ നമ്മൾ സാധാരണ അടിക്കുന്ന പെയിൻറ്റിനേക്കാളും കൂടുതൽ ചിലപ്പോൾ നമുക്ക് ഒരു 1000-1500 രൂപയെ വരുള്ളൂ. പക്ഷേ നമുക്ക് നമ്മളാ ഒരു ആഗ്രഹം നിറവേറ്റാൻ പറ്റും. ഇതിപ്പോൾ നമ്മൾ മാജിക് കളർ അടിച്ചു കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ, നമുക്ക് ഫേസ് കിട്ടുന്ന ഭാഗത്ത് ഗ്രീൻ കളറായിട്ടാണ് കിട്ടുന്നത്. ആംഗിളിൽ വരുമ്പോൾ പർപ്പിൾ ഉണ്ട്, കോപ്പർ ഉണ്ട്, പിന്നെ ഒരു ഒലീവ് ഗ്രീന് ടച്ച് വരുന്നുണ്ട്, പിന്നെ പിങ്ക് വരുന്നുണ്ട്, പർപ്പിൾ വരുന്നുണ്ട്. അതിൽ അങ്ങനെ നമ്മൾ എങ്ങനെയാണോ ഈ സൂര്യപ്രകാശത്തിൻ്റെ ലൈറ്റ് ഏത് ഭാഗത്തു നിന്നാണോ വരുന്നത് അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് നമ്മൾ നിൽക്കുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് കളർ ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് കാണിക്കും. അതാണ് ഇതിൻ്റെ ഒരു കളറിൻ്റെ പ്രത്യേകത തന്നെ. കണ്ടോ, ഇതിപ്പം ഗ്രീന് കാണിക്കുന്നുണ്ട്, അവിടെ പിങ്കും പർപ്പിളും മിക്സായിട്ട് കാണിക്കുന്നത്. ടോപ്പ് ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്കൊരു ഗ്രീന്, ഒലീവ് ഗ്രീന് പോലുള്ള ഒരു ടച്ച് കിട്ടുന്നുണ്ട്. നമ്മൾ ചാണകപ്പച്ച എന്നൊക്കെ പറയില്ലേ, അതുപോലുള്ളൊരു കളറൊക്കെ കിട്ടുന്നുണ്ട്. അപ്പം ഇനി ജസ്റ്റ് നമ്മൾ അടുത്തതായിട്ട് ക്ലിയർ ആണ് മിക്സ് ചെയ്തിരിക്കുന്നത്. ക്ലിയർ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ക്ലിയർ മിക്സിങ് റേഷ്യോയും കാര്യങ്ങളൊക്കെ അത് തന്നെയാണ്. 2:1 ക്ലിയർ ആണ്. അതായത് 100 മില്ലി ക്ലിയറിലേക്ക് 50 മില്ലി ഹാർഡനറും ഒരു 30 മില്ലി ടിന്നർ. അതാണ് ഈ 2:1 ക്ലിയറിൻ്റെ ഒക്കെ ഒരു റേഷ്യോ വരുന്നത്. അപ്പോൾ ആ ഒരു റേഷ്യോയിൽ തന്നെയാണ് നമ്മൾ അടിക്കുന്നത്. ഇത് കുറച്ച് നല്ല ഐറ്റം ക്ലിയർ തന്നെയാണ്. ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത നമ്മളെ കാപ്സിയുടെ 3100 3100 എന്ന് പറയുന്ന ക്ലിയറാണ്. അത് അത്യാവശ്യം നല്ലൊരു റേഞ്ച് ക്ലിയർ തന്നെയാണത്. അടിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഗുണവും കാര്യങ്ങളുണ്ടാവും. അപ്പോൾ നമ്മൾ ഓരോ പീസ് സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ ക്ലിയർ അടിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടെ ഒരുമിച്ച് വെച്ച് അടിച്ചു കഴിഞ്ഞാൽ ഒരു ഫിനിഷിങ്ങും കുറവുണ്ടാവും. അപ്പോൾ കളറൊക്കെ നമുക്ക് അങ്ങനെ ചെയ്യാം. ഇത് ഓരോരോ പീസുകൾ നമ്മൾ മാറ്റിയിട്ട് ഒരു പീസ് അടിച്ച് അത് ഫിനിഷ് ചെയ്തിട്ട് അതിൻ്റെ ശേഷം അടുത്ത പീസ് വെച്ച് അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് ഫൈനൽ. അങ്ങനെ ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഓവർ സ്പ്രേ അടിക്കുന്നത്, അതേപോലെ ചെറിയ ഒരു ഭാഗത്തുകൂടെ എല്ലാം ഡസ്റ്റൊക്കെ പറന്നു പോകുക എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അടുത്ത പീസിൽ ചാടുന്ന പ്രശ്നം അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ മുഴുവനായിട്ടും കാണുക. ഇതിൻ്റെ ഫിനിഷിംഗ് ആയിട്ടുള്ള ക്ലിയർ അടിച്ച് കഴിയുമ്പോൾ ഗ്ലോസിയിൽ വരുമ്പോൾ നമുക്കൊന്നും കൂടി കളർ നല്ലപോലെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ ആ എഫക്റ്റ് ചെയ്യുന്ന ആ ഇതൊരു ഭംഗി തന്നെയാണ്. അപ്പോൾ അതും കൂടെ ഒന്ന് കാണുകയും ചെയ്യാം. ഇപ്പോൾ അതാ അടുത്ത പീസ് നമ്മൾ വെച്ചിട്ടുണ്ട്. ഒരു പീസ് നമ്മൾ അടിച്ചു കഴിഞ്ഞു. ആകെ 3 പീസല്ലേ ഉള്ളൂ. അടിച്ചു കഴിഞ്ഞാൽ
പിന്നെ അടുത്ത പീസ്, ആ പീസും ഇത് കണക്ക് തന്നെ ക്ലിയർ അടിക്കുന്നു. രണ്ട് കോട്ട് അല്ലെങ്കിൽ 3 കോട്ടൊക്കെയാണ് നമ്മൾ അടിക്കുന്നത്. 3 കോട്ട് പറയുമ്പോൾ ജസ്റ്റ് ഒരു മിസ് കോട്ട് അടിക്കും, പിന്നെ 2 കോട്ട് നല്ല തറപ്പിച്ച് നല്ല വൃത്തിക്ക് അടിക്കും. അടിച്ചിട്ട് പിന്നെ നമ്മൾ ഉണങ്ങാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു ബ്ലോ ഗണ്ണുണ്ട് ഹീറ്റിങ്, അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫസ്റ്റ് കോട്ട് അടിച്ചിട്ട് നമ്മളൊന്ന് ഹീറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ സെക്കൻഡ് കോട്ടും തേർഡ് കോട്ടും ഒക്കെ അപ്പോൾ തന്നെ അടിക്കാം. അപ്പോൾ നമ്മൾ ഒരുപാട് വെയിറ്റ് ചെയ്യാൻ വേണ്ട, പെട്ടെന്ന് ഹീറ്റായി കിട്ടുകയും ചെയ്യും. ഫൈനൽ കോട്ട് അടിച്ചിട്ട് നമ്മൾ അങ്ങനെ എടുത്ത് മാറ്റി വെക്കുന്നു. അപ്പോൾ പിന്നെ ഇതിൽ പ്രത്യേകിച്ച് നമ്മൾ മാജിക് പെയിൻറ് എന്ന് പറയുമ്പോൾ അടിക്കാൻ നമുക്ക് വലിയൊരു ഇതുള്ളൊരു സംഗതിയൊന്നുമില്ല. അപ്പോൾ നമ്മൾ ക്രിസ്റ്റൽ പെയിൻ്റൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് പിന്നെ എന്താ പറയുക റിസ്ക് ഉണ്ട്. അതായത് നമ്മൾ വളരെയധികം കെയർ ചെയ്ത് വളരെയധികം ശ്രദ്ധിച്ച് അതിൻ്റെ പാറ്റേണും കാര്യങ്ങളൊക്കെ നോക്കി ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്രിസ്റ്റലിന്, അതേപോലെ നമ്മളെ മറ്റുള്ള പെയിൻറ്റുകളൊക്കെ ഇപ്പോൾ നമ്മളിപ്പം പിന്നെ സിലിക്കോണൊക്കെ ചെയ്യുമ്പോൾ ഒക്കെ നമുക്ക് വളരെയധികം ശ്രദ്ധ കൂടുതൽ വേണം. ഇതിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ പെയിൻറ്റിൻ്റെ ഒരു റേറ്റ് കേൾക്കുമ്പോൾ ഒരുവിധമുള്ള പെയിൻറ്റർമാർക്കൊക്കെ ഇത് അടിക്കാൻ ഭയങ്കര ഒരു പേടിയുണ്ടാവും, ഒരു ധൈര്യക്കുറവ്. അപ്പോൾ അതിൻ്റെ കാര്യമൊന്നുമില്ല, വളരെ സിമ്പിളാണ്. 100 ml പിന്നെ ബ്ലാക്ക് പെയിൻറ്റിലേക്ക് 100 ml ഡിന്നർ വാരുന്നു, നമ്മൾ പിന്നെ ബ്ലാക്ക് അടിക്കുന്നു. ആ ബ്ലാക്ക് അടിച്ചു കഴിഞ്ഞാൽ നമ്മളതിൻ്റെ മേലെ അപ്പം തന്നെ നമുക്ക് ആ ബ്ലാക്ക് അടിച്ച ഗണ്ണ് നമ്മൾ നല്ലപോലെ വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യുന്നു. ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ പിന്നെ മാജിക് കളർ നേരെ 100 ml പെയിൻറ്റിലേക്ക് ഏതാണ്ട് 100-ലധികം ടിന്നർ നമുക്ക് ചേർക്കാം. നമ്മൾ പേൾ കോട്ടിലൊക്കെ ചേർക്കുന്ന പോലെ 100ക്ക് ഒരു 125 ml എന്നുള്ള നിലക്കൊക്കെ നമുക്ക് ചേർക്കാം. ചേർത്തിട്ട് നമ്മൾ 2-3 കോട്ട് പേളടിക്കുന്നു. ആ പേളടിച്ചിട്ട് അത് ഉണങ്ങി വരുമ്പോഴത്തേക്ക് നമ്മൾ ആ ഗണ്ണൊന്ന് നല്ലപോലെ തുടച്ച് ക്ലീൻ ചെയ്ത് മാറ്റി എടുത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെ ഇത് ഡ്രൈ ആയിട്ടുണ്ടാവും. അങ്ങനെ നമ്മൾ അതിൻ്റെ മേലെ ക്ലിയർ കോട്ട് അടിക്കുന്നു. സാധാരണ നമ്മൾ പേളടിക്കുന്ന അതേ സമയം തന്നെ 3 കോട്ട് പെയിൻറ്റ് അടിക്കുന്ന അതേ ഒരു പ്രോസസ്സും അതേ സമയം തന്നെ ഇതിന് വരുള്ളൂ. പക്ഷേ ഈ പെയിൻറ്റ് നമുക്ക് കുറച്ച് കോസ്റ്റ്ലി ആയതുകൊണ്ട് നമുക്ക് ചെറിയൊരു പേടിയും ഒരു പിന്നെ ഇതൊക്കെ ഉണ്ടാവും, അടിക്കാൻ പിന്നെ കഴിയോ അല്ലെങ്കിൽ അടിച്ചാൽ എന്ത് സംഭവിക്കുന്നുണ്ട്. പക്ഷേ ഇതിന് അങ്ങനെ പെയിൻറ്റിലാണ് മാജിക്ക്, അല്ലാതെ അടിക്കുന്നവന് പ്രത്യേകിച്ച് മാജിക്കൊന്നുമില്ല, വളരെ സിമ്പിളായിട്ട് അടിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമ്മളെ ചാനലിൽ നമ്മൾ കാര്യമായിട്ടും ഇതുമായി ഈ വാഹനങ്ങളുടെ പെയിൻറ്റ്, വാഹനങ്ങൾ സംബന്ധമായിട്ടുള്ള പിന്നെ കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ കൂടുതലായിട്ട് ചെയ്യാറുള്ളത്. വീഡിയോ നമ്മൾ സ്ഥിരമായിട്ടൊന്നും അപ്ലോഡ് ചെയ്യാറില്ല. നമ്മളൊരു യൂട്യൂബ് വരുമാനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊന്നും ആഗ്രഹിച്ചിട്ടോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടോ അല്ല ചെയ്യുന്നത്. നമ്മളെ അറിവ് നമ്മൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക എന്നുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ നമുക്ക്. അപ്പോൾ പിന്നെ നമ്മളെ അറിവുകൾ, ചെറിയ അറിവുകൾ നമ്മൾ അറിയുന്ന ഇത് നമ്മൾ പരമാവധി എല്ലാവർക്കും അറിയിക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ചാനൽ ഈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ പരമാവധി എല്ലാവരും പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നമ്മുടെ ചാനലിൽ ക്രിസ്റ്റൽ പെയിൻറ്റിനെ കുറിച്ചുള്ളതുണ്ട്, മാജിക് പെയിൻറ്റ്, പിന്നെ അതുപോലുള്ള കുറേ ചില്ലറ എയർ ബാഗുകൾ പെയിൻ്റ് അടിക്കുന്നത്, ഡാഷ്ബോർഡ് പെയിൻ്റ് അടിക്കുന്നത്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള പിന്നെ ബോഡി ഫില്ലർ ഇടുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ബോഡി ഫില്ലറിൽ നമുക്ക് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും, അങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള കുറേ വീഡിയോസ് നമ്മളെ ചാനലിലുണ്ട്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ ഒരു വീഡിയോ ആണ് ചെയ്യാറുള്ളത്. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. പരമാവധി നിങ്ങൾക്ക് പെയിൻറ്റേഴ്സിന് അത് ഉപകാരത്തിൽ വരും. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾക്ക് പെയിൻറ്റ് സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയുന്ന ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള സംശയങ്ങളും അതിൻ്റെ പിന്നെ ആൻസറൊക്കെ നമുക്ക് പറഞ്ഞു തരാൻ ശ്രമിക്കാം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. നമ്പർ 99 61 26 19 73, അതാണ് നമ്മുടെ നമ്പർ. അപ്പോൾ ഏതായാലും നമ്മളെ ഫൈനൽ ടാങ്ക് അടിക്കൽ കഴിഞ്ഞിട്ടുണ്ട്. ഫൈനൽ അടിച്ചു കഴിഞ്ഞിട്ട് ഇപ്പോൾ ഉള്ള ഒരു പിന്നെ ഫീലാണ് ഇതുണ്ടോ. അപ്പോൾ ആ കളറിൻ്റെ ആ ഒരു എഫക്റ്റ് നമുക്ക് ശരിക്കും കാണുന്നുണ്ടാവും. ഇതുണ്ടേ ഉണ്ടോ കളറ്, അത് ക്ലിയർ അടിക്കുന്നതിന് മുമ്പ് നമുക്ക് ഇത്ര എഫക്റ്റ് ചെയ്ത കളറ് കാണൂലായിരുന്നു. അപ്പോൾ ഇതിൽ ചില ആൾക്കാരൊക്കെ മാറ്റ് ക്ലിയർ അടിക്കാറുണ്ട്. മാറ്റ് ക്ലിയർ അടിക്കുമ്പോൾ നമുക്ക് ഇത്ര തന്നെ നമുക്ക് ആ ഒരു കളറ് എഫക്റ്റ് ചെയ്ത് കിട്ടൂല. മാറ്റ് ക്ലിയറിൽ ഗ്ലോസിയിലാവുമ്പോൾ ഒന്നും കൂടെ ആ കളേഴ്സൊക്കെ ഇങ്ങോട്ട് പുറത്തേക്ക് ഒന്നും കൂടെ പ്രൊജക്റ്റ് ചെയ്ത് വരും. അതാണ് ഈ ഗ്ലോസി ക്ലിയറിൻ്റെ ഒരു പ്രത്യേകത. ഒന്നും കൂടെ തെളിഞ്ഞ് നല്ല വൈഡായിട്ട് നിൽക്കും. അപ്പോൾ അതുണ്ടോ കളറ് അങ്ങനെ മാറി വരുന്നുണ്ടല്ലേ, എന്തൊരു ഭംഗിയാണ്. ഉണ്ടോ, എന്തൊരു രസമല്ലേ കാണാൻ.
ഇത് നമ്മൾ അടിക്കുന്നവൻ്റെ ഒരു പ്രത്യേക കഴിവൊന്നുമില്ല കേട്ടോ. ഇതാ പെയിൻറ്റിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണത്. ഒരു വളരെ എന്താ പറയുക, ഒരു അത്ഭുതം എന്നും കൂടെ നമുക്ക് പറയാൻ പറ്റും. നമ്മളെ പെയിൻറ്റ് നമ്മളൊരു ടിന്നിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഇത്ര തന്നെ തോന്നില്ല, പക്ഷേ വളരെ ചെറിയ ഒരു സംഗതിയാണ് അത് ചെയ്ത് വരുമ്പോൾ അതിൻ്റെ ഒരു ഭംഗിയും കാര്യങ്ങളും അതൊന്ന് പറയാതെ തന്നെ വയ്യ. അത്രയും ഒരു പ്രത്യേകതയാണ്. ഇപ്പം നമ്മൾ ഇതിനെ അംഗീകരിച്ച് തന്നെ പറ്റുള്ള റേറ്റ് കൊടുക്കുന്നതിനുള്ള ഒരു സംഗതി അതിനകത്തുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് 2600 രൂപ 100 ml എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോവും. പക്ഷേ അതിൻ്റെ ആ ഒരു 2600 രൂപ നമ്മൾ പോക്കറ്റിലിട്ടാൽ നമുക്ക് ഇങ്ങനെ ഒരു ഭംഗി കിട്ടൂല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട്